കുഞ്ഞാവ പപ്പടം പറഞ്ഞ മതി അതിന്റെ ഹായ്. അപ്പൊ ഇന്ന് നമ്മളൊരു ക്ലച്ച് പണിയാണ് വീഡിയോ കേട്ടോ. നമ്മളെ ലെയ്ലൻഡ് ടൂറിസ്റ്റ് ബസിന്റെ ഒരു ക്ലച്ച് പണിയാണ് വീഡിയോ. നമ്മള് കുഞ്ഞാവില്ലേ നമ്മളെ ടാറ്റയുടെ അൾട്രാ വണ്ടി കണ്ടല്ലേ, ആളെന്നെ സെയിം വണ്ടിയാണ്. അപ്പൊ അതിന്റെ ക്ലച്ച് പണിയാണ് വർക്കൗട്ട് വന്ന് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ ക്ലച്ച് പണിന്ന് വണ്ടി ഫുൾ പവറാക്കാം. വണ്ടി ലേശം വലിയ കുറവും ഡീസൽ ഫുള്ളൊക്കെ ആയിട്ടുള്ള കളി. അപ്പോൾ ക്ലച്ച് പണിന്ന് പവറാക്കണ പരിപാടി ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോ. ഇത് നമ്മുടെ സിലോറിയുടെ PT കൊണ്ട് കണ്ടോ, ടിപ്പറിൻ്റെ. ഇത് വണ്ടി വഴി കിടന്നിട്ട് അയച്ചോന്നുള്ളതാണ്. ഇതിപ്പിന്നിപ്പോ ഉണ്ടോ ആകെ പോയേക്കാം, സെറ്റ് ചെയ്യണത്. അതൊന്നുമില്ല, നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിത് അപ്പോൾ ക്ലച്ച് അടിയില് നമ്മളെ തോമാതാട്ടാൻ പണിയുണ്ട്. ടൂറിസ്റ്റ് ബസ് കയറി കുറച്ച് നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാ ക്യാമറ കൊണ്ട്. കണ്ടോ ഗിയർ ബോക്സ് ഇറക്കാം കണ്ടോ. ഒരാളായോടാ ഉഷാറില്ലാതെ ചാടി ചാടി നിക്ക്. ഒക്കെ ശരിയാക്കാം നമുക്ക്. അത് നമ്മളിപ്പോ അയച്ചുകൊണ്ടിരിക്കുന്ന ക്ലച്ചാണ്. നമുക്ക് ലോറിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കേണ്ടി തീരെ സ്പേസില് നമ്മളെ ഇടയിൽ തന്നെ ഇരുന്നിട്ട് വേണം അയക്കാൻ. അമ്മ ഷാറുഖ് പപ്പടം പറഞ്ഞ മതി അതിന്റെ. നല്ല ഭംഗിയുണ്ട് ഡെസ്ക്. നമ്മള് ബൈക്കണത് പ്രഷർ പ്ലേറ്റ് ആടാ ലൈലൻഡാ ബൈക്കുന്നത്. ഫിംഗർ സെറ്റ് ഇതാണ്ടാ ക്ലച്ച് ഫിംഗർ എന്ന് പറയണത്. ഈ സാധനം ഇതിലാണ് നമ്മള് പ്രസ് ചെയ്യുമ്പോൾ മരണ വർക്കിംഗ് വരുന്നത്. ഇതിലാണ് എൻ്റെ ഈ ബസ് ചെറിയ വണ്ടികൾക്കൊക്കെ 4 ഫിംഗറാണ് പറഞ്ഞത്. ജസ്റ്റ് 4 ഫിംഗർ അയച്ചു കളഞ്ഞിട്ട് പ്രഷർ പ്ലേറ്റിൻ്റെ പ്രഷർ കൊടുക്കുന്ന സ്പ്രിങ്ങാണ്, ടെൻഷൻ സ്പ്രിങ് എന്ന് പറയും. ഇതൊരു 12 എണ്ണം ഉണ്ടാവും. പ്രഷർ പ്ലേറ്റ് നമ്മളത് പിന്നെ ക്ലച്ച് ഫിംഗർ സെറ്റ് ചെയ്യാനുണ്ടോ. പ്രഷർ പ്ലേറ്റിലെ ക്ലച്ച് ഫിംഗർ 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ബാക്കി വെച്ചതാണ്. അപ്പോൾ ഇതാണ് പിൻ.
ബുഷ്, ഇതാണ് പിന്നെ. ഇതിലിങ്ങനെ കയറിയിരിക്കുക ചെയ്യാടാ ഈ ഫിംഗറിൽ. അതിൽ നമ്മൾ ആദ്യം കുറച്ച് ഗ്രീസ് പറ്റിയിട്ട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി ഗ്രീസ് പറ്റുക, ബുഷ് ഇടുക, ഫിംഗറിൽ കുറച്ച് ഗ്രീസ് ഇടുക, അങ്ങോട്ട് കയറ്റുക. പരിപാടി എന്നിട്ട് ഇത് സീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം അത്, അല്ലാണ്ട് വേറെ കതൊന്നുമില്ല. ഇത് ഈ ബുഷിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെക്കുക, ടൈറ്റ് ചെയ്യുക, ഇത്രയുള്ള പരിപാടി. ബോൾഡർ ഇട്ട് പിന്നെ ഇതിൽ സ്പ്രിങ് വരും കേട്ടോ. നമ്മളിത് പുതിയ മറ്റേ ടെൻഷൻ സ്പ്രിങ് എടുക്കാണ്ടോ, അതാണ് ലേലൻ്റെ സ്പ്രിങ്ങുകൾ. അപ്പോൾ ഇത് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പ്രഷർ പ്ലേറ്റിൽ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാടാ. എൻ്റെ പോറകളെ പരിപാടിയാ. അപ്പോൾ അത് നമ്മൾ സ്പ്രിങ്ങുകൾ വെക്കാട്ടാ പ്രഷർ പ്ലേറ്റുമേ. അത് സെറ്റായി. സ്പ്രിങ്ങിൻ്റെ മുകളിൽ സ്പ്രിങ്ങിൻ്റെ കവറുകൾ അതിൻ്റെ മുകളിൽ ഈ ഫേസ് പ്ലേറ്റ് നോക്കിട്ടാ. അപ്പോൾ അത് പോറായി ഇത് ടൈറ്റ് ചെയ്യാത്രല്ലോ. അപ്പോൾ പ്രഷർ പ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് നമ്മൾ ഡിസ്കൊക്കെ വെച്ച് ക്ലച്ച് സെറ്റ് ചെയ്യണം. നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യാൻ പാകത്തിന് അതിൻ്റെ ഇത് ഫ്ലൈ വീല് ഇത് ഞാൻ അയക്കുമ്പോൾ കാണിച്ചു തരാം ഒരു സാധനമുണ്ട്. ഇനി ഫിംഗർ നമ്മൾ ലെവൽ ചെയ്യണം, അലൈൻമെൻറ്റ്. അപ്പോൾ അതിനാണ് ഈ ഡെപ്ത് ഗേജ്, പിന്നെ ഈ എന്നിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ കയറ്റും. ഫ്രണ്ട്സ്, അത് നമ്മുടെ ചെറിയ വണ്ടിയുള്ള പോലെ ഡയഫ്രം ടൈപ്പ് ക്ലച്ച് അല്ല അവിടെ. ഈ പിക്കപ്പിനും ചെറിയ കാറിനൊക്കെ ഡയഫ്രം ടൈപ്പ് ക്ലച്ച് വരാം. ഇത് നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യണമാണ് ലൈലൻ്റെ ഈ സ്പ്രിങ് ഞാൻ നേരത്തെ കണ്ട് പിന്ന് ഈ വക കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ലൈലൻ്റെ വിജയം എന്ന് പറയണത്. ബാക്കിയുള്ളതിനൊക്കെ ഈ കവർ അസംബ്ലി മൊത്തം വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ പിടിപ്പിക്കുക, അതിന് എടുക്കുക, മാറ്റം പിടിപ്പിക്കുക, യൂസ് ആൻഡ് ത്രോ ചെയ്യുക. ലൈലാകുമ്പോൾ നമുക്ക് ഈച്ചൻ്റെ ഒരു പാർട്ട്, അതായത് ഇത് ഒറ്റയ്ക്ക് വേണം, ഇത് ഒറ്റയ്ക്ക് കിട്ടും, സ്പ്രിങ് വേണം ഒറ്റയ്ക്ക് കിട്ടും, പിന്ന് വേണം ഒറ്റയ്ക്ക് കിട്ടും, എല്ലാം ഒറ്റയ്ക്ക് നമുക്ക് കിട്ടി. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ക്ലച്ച് ലൈലൻ്റെ വരാം 4 ഫിംഗർ. പിന്നെ ഇതിപ്പോൾ ചെറിയ വണ്ടി ബസ്സുകൾക്കൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് വരാം. പിന്നെ 14 ഇഞ്ച്, വലിയ ലോറികൾക്കൊക്കെ 15 ഇഞ്ച് 3 ഫിംഗർ ഹെവി സാധനം വരാം. ഇത് സാധാ ടൈപ്പ് ക്ലച്ച്, ഏറ്റവും ബേസിക് ക്ലച്ചാണിത്. അപ്പോൾ അതൊക്കെയാണ് ഈ ലൈലൻ്റെ ക്ലച്ചിൻ്റെ പ്രത്യേകത അവിടെ. ഫ്രണ്ട്സിന് നമ്മളെ ജസ്റ്റ് ഇതിൻ്റെ വാൽവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാ, എന്തായാലും വന്നല്ല. അപ്പോൾ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിനി ക്ലച്ചൊക്കെ കയറ്റിട്ടാ. ഇനി വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിനി വണ്ടി പടയ്ക്കുള്ള പരിപാടിയാണ്, പവറക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാം. വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണ്, ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ നമുക്ക് വണ്ടി ഓടിച്ചതാ പണി കഴിഞ്ഞിട്ടുണ്ട്, വണ്ടിയുടെ ഓടിച്ചതാടാ. അതിനുമ്പ് നമ്മളെ ലൈലൻ്റെ ഉണ്ടാകടാ. ടർബോന്റെ
വണ്ടി ഉഷാറായി, ജാതി പവറായി, മൈലേജ് കിട്ടുന്നുണ്ടാ ഈ വലിയ കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫുൾ കട്ടക്കി നിൽക്കാട്ടാ. അപ്പൊ വേറെ നല്ല വീഡിയോ വീണ്ടും കാണാം. അങ്ങോട്ട് പട്ടേക്കന്നെ.